33 into 444 into 7,777 എന്ന് കൊടുത്തു നോക്കാം. ഡിവൈഡഡ് ബൈ 5,555 into 88 into 999. ആ ചോദ്യം എങ്ങനെ? ഈ ചോദ്യത്തിന്റെ സിംപ്ലിഫൈഡ് രൂപം എന്താണ്? അതായത് ലഘൂകരിച്ച എത്രയാണ്? ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. ഓപ്ഷൻസ് ആർ 49 ഈ സൈഡിൽ ഏതാണ്? 49 ഡിവൈഡഡ് ബൈ 81 ആണോ? 81 ഒരു 1 കുറച്ച്. 9/25 ആണോ? 7/30 ആണോ? 21/45 ആണോ? ഇത് ലഘൂകരിച്ചാൽ ഇതിൽ ഏതാണ് കിട്ടുക? കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. അവരുടെ ആൻസർ വന്നു കഴിഞ്ഞു. എത്രയാണ് ഫെർമിൻ ജോസ് കുട്ടികൾ ആൻസർ ചെയ്യുന്നത്? 7/30. 7/30 റൈറ്റ് ആൻസർ ആണ്. 7/30 ശരിയായ ഉത്തരം. എങ്ങനെയാണ് ഇത് ലഘൂകരിക്കുക എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ധാരാളം ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടൊന്ന് സ്പീഡ് പോകുന്നുണ്ട്, ക്ഷമിക്കുക. ഇവിടെ 33യെയും 88നെയും നമുക്ക് ആദ്യം പരിഗണിക്കാം. അവയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 33 ഡിവൈഡഡ് ബൈ 11 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ 88 ഡിവൈഡഡ് ബൈ 11 8 ആയിരിക്കും. അല്ലേ ഫെർമിൻ ജോസ്? യെസ്. ഇനി നമുക്ക് ഈ 444നെയും 999നെയും 999നെയും 444നെയും പരിഗണിക്കാം. അവിടെ നമുക്ക് 11 കയറി വരുന്നത്. 111 ഡിവൈഡ് ചെയ്ത് കളയാം. ഇതിനെ 111 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. അപ്പൊ താഴത്തേനെയും 111 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫെർമിൻ ജോസ് 7777 ഏത് സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 11,111 കൊണ്ട്. അത്രയും വേണോ? അത്രയാണ് പോണോ? 1111 കൊണ്ട്. 1111 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 5585നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. സെന്റ് ജോസഫ് ബോയ്സിലെ ഏതെങ്കിലും കുട്ടികളിൽ നിന്നുണ്ടോ? സെന്റ് ജോസഫ് ബോയ്സ് കോഴിക്കോട്. ലസിൻ സ്പെല്ലിംഗ് എന്താണ്? LEZIN. ലസിൻ. ഓക്കെ. ലസിൻ 3 into 4 into 7 5 into 8 into 9 താഴെ കാണുമ്പോൾ അവിടെയും നമ്മൾ നോക്കി രണ്ടുപേരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാള് 3ഉം ഒരാൾ 9ഉം ആണ്. 3 1 പ്രാവശ്യമാണ്, 9 3 പ്രാവശ്യം. അതവിടെ റെഡിയായി. പിന്നെ നമ്മളെ നോക്കി ചിരിക്കുന്നത് 4ഉം 8ഉം അല്ലേ? 4 പ്രാവശ്യം, 8 4 2 പ്രാവശ്യം. ഇപ്പൊ ആരൊക്കെയാണ് ലെസിൻ ഇവിടെ ബാക്കിയുള്ളത്? 1 into 1 into 7 എത്രയാണ്? 7. 2 into 5 into 3 എത്രയാണ്? 30. അപ്പൊ 7/30 എന്നുള്ളത് ഓപ്ഷനിൽ കാണുന്നുണ്ടോ? ഓക്കെ. നമുക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടീനെ വിളിക്കാം. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഗായത്രി. ഈ ചോദ്യം മനസ്സിലായി? മനസ്സിലായി. ഓക്കെ. ഗായത്രി അതൊന്ന് വിവരിക്കാം. എങ്ങനെയാണ് 7/30 കിട്ടിയത്? അതാണ് ഇപ്പം വിവരിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് സൈലന്റ് ആക്കി വെക്കൂ. ഗായത്രി പറയൂ. ഗായത്രി പറഞ്ഞത്. അതായത് 33 into 444 into 7777 by 5555 into 88 into
999 സിംപ്ലിഫൈഡ് ഫോർമുല ആക്കാനാണ് ചോദ്യം. അപ്പൊ ഇവിടെ 33യും 83യും എന്ന രണ്ട് സംഖ്യയില് നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 33നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. അടുത്തത് 444 അപ്പൊ 444നെയും 999നെയും 111 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് 4ഉം 9ഉം ആയിട്ട് കിട്ടും. ഇനി 7777നെ 1111 കൊണ്ടും 5555നെയും സെയിം നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് 7ഉം 5ഉം കിട്ടും. അപ്പൊ ഇപ്പൊ ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോമിൽ വരുമ്പോൾ 3 × 4 × 7 by 5 × 8 × 9 ആയിട്ട് കിട്ടും. ഇനി 3നെയും 9നെയും നമുക്ക് അഗെയിൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 3നെയും 9നെയും 3 1 ആയിട്ടും 9 ഡിവൈഡഡ് ബൈ 3 ആയിട്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി 4നെയും 8നെയും നമുക്ക് അഗെയിൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 4 ഡിവൈഡഡ് ബൈ 4 1ഉം 8 ഡിവൈഡഡ് ബൈ 4 2 ആയിട്ടും കിട്ടും. ഇനി 7നെയും 5നെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ നമ്പേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ അവസാനം കിട്ടിയ നമ്പേഴ്സ്, അതായത് 1 × 1 × 7 by 5 × 1 × 1 ആയിരിക്കും 1 × 3 ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 × 7 7ഉം 5 × 2 സോറി 8 ഡിവൈഡ് ബൈ 2 വരുന്നുണ്ട്. അപ്പൊ 5 × 2 × 3 നമുക്ക് 30 ആയിട്ടും കിട്ടും. അപ്പൊ 7/30 ആയിരിക്കും ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. എല്ലാ കുട്ടികളോടും ചോദിക്കുന്നു, ഗായത്രിയുടെ ആ വിവരണം വളരെ നന്നായിട്ടുണ്ട്. ഗായത്രി കുറച്ച് നേരത്തെ വരാത്ത മോശം കാണാൻ കഴിയുന്നില്ല ഇവിടുന്ന്. ശരി, ഓക്കെ ഗായത്രി, നമ്മളെ വിവരണം നന്നായിട്ടുണ്ട്. മറ്റുള്ള മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ പറയുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് പറയാം. ക്ലിയർ. ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന മിക്ക ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ USSന്റെ വരാം, NMMSCയുടെ സാറ്റിലെ പേപ്പർ വരാം. അപ്പോൾ മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയാം. കുട്ടികൾ മലയാളം ടൈപ്പ് ചെയ്യണമൊക്കെ പറയുന്നത് മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയും, പേടിക്കണ്ട. എന്നാലും USSന്റെ ഒക്കെ കുട്ടികളായതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്സ് ചെയ്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവേണ്ടത് കാണും. കാരണം USSന്റെ കുട്ടികൾ എപ്പോഴും ഗിഫ്റ്റഡ് കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് കുറെയൊക്കെ മനസ്സിലാവേണ്ടതല്ലേ. 13 13/23 + 1. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര പ്രാവശ്യം കൂടെ പറഞ്ഞു. 13/23 എന്ന് പറയാൻ 13 എന്ന സംഖ്യയെ 23 തവണ മൾട്ടിപ്പിൾ ചെയ്യലാണ്. അതൊരു വലിയ സംഖ്യയാണ്. നിങ്ങളിപ്പോ ഇതൊന്നും നിൽക്കണ്ട. ഡിവൈഡഡ് ബൈ 12. What is the remainder? Pervin Joseph, ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും. 13/23 + 1 divided by 12. What is the remainder? 13/23 plus 1 divided by 12. What is the remainder? ഓപ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉത്തരം അറിയില്ലെങ്കിൽ ഒന്ന് കാക്കി കുത്തിക്കോളൂ. കോഹോസ്റ്റിന് ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാം? സർ 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയണം. സർ 13/23 ആദ്യം പേര് പറയൂ. എന്താ പേര്? ഫഹീം. ഏത് സ്കൂളാ ഫഹീം? JDT ഇക്ര. ഓക്കെ, എങ്ങനെയാണ് കിട്ടുന്നത് പോലെ പറയൂ. സർ 13/23 അല്ല, അപ്പൊ 23 + 1 = 24. So 24 divided by 12 2. അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്താലോ? 13 12 അങ്ങോട്ട് മൈനസ് ചെയ്താലോ? സർ 1 ആണ്. അപ്പൊ ഈ 1ന്റെ പവർ 23 ആണെങ്കിൽ എത്രയായിരിക്കും ഉത്തരം? 1 ആണ്. ആ 1ഉം ഈ 1ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 2. അങ്ങനെയും ആൻസർ ചെയ്യാം. പക്ഷെ മോനേരത്തെ പറഞ്ഞൊരു ചെറിയൊരു പ്രശ്നം, തിരിച്ചാണെങ്കിലോ
12⁻23 plus 1 divided by 13 ആണെങ്കിലോ? Yes, sir. ഫെർമിൻ ജോസ്, ഇങ്ങനെയാണെങ്കിലോ? അന്നേരം അവൻ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ അതാരാ ശ്വാസം കഴിക്കുന്നത്? ഫോൺ സൈലന്റ് ആക്കും ഫെർമിൻ ജോസ്. ഇവിടെ 12-ൽ നിന്ന് 13 മൈനസ് ചെയ്യുക, അത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അത് -1 ആയിരിക്കും. 13 12 കുറച്ച് നമുക്ക് പരിചയമുള്ളൂ. 12 13 കുറച്ച് കഴിഞ്ഞാൽ -1 ആയിരിക്കും. ഒരു മൈനസ് സംഖ്യയുടെ, നെഗറ്റീവ് സംഖ്യയുടെ മേലെ ഒരു ഓഡ് നമ്പർ കയറി വന്നാൽ അതിന്റെ ഉത്തരം നെഗറ്റീവ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് -2 all⁻2 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. കാരണം ഇതിന്റെ അർത്ഥം -2 എന്ന സംഖ്യ 2 തവണ -2 ഗുണിക്കലാണ്. നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പൊ ഇവിടെ -2 all⁻3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം -2 3 തവണ എഴുതി ഗുണിക്കലാണ്. അതുകൊണ്ട് നെഗറ്റീവിലേക്കാ വരിക. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ നെഗറ്റീവ് ആവും. അതേപോലെ ഇവിടെ -1 വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം -1 തന്നെയാണ്. അതിന്റെ കൂടെ ഈ +1 +1 കൂട്ടുകയാണ്. ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കൂട്ടുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ പരീക്ഷയ്ക്ക് അഥവാ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. -1 +1 കൂട്ടിയാൽ 0 അപ്പം ഇന്നലെ 1 രൂപ നഷ്ടം വന്നു, നെഗറ്റീവ് നഷ്ടത്തെ കണക്കാക്കിയാൽ ഇന്ന് ഒരു കച്ചവടം ചെയ്തിട്ട് 1 രൂപ ലാഭവും വന്നു എങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, 0. അപ്പം അങ്ങനെ തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളോട് ഇപ്പൊ ഇതാണ് ചോദിക്കാൻ സാധ്യതയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, പവർ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. 2m + n is equal to 256. ഫെർമിൻ ജോസ്, ബോർഡ് കാണാമോ? ക്ലിയർ അല്ലേ? യെസ് സാർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. 2m is equal to 16 നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ടില്ല എന്ന് വരാം. ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തേക്ക് ചോദ്യങ്ങൾ വരിക. ഇവിടെ ചോദ്യം ഇതാണ്, n എന്നതിന്റെ വില എത്രയാണ്? ഓപ്ഷൻസ് ആർ 1, 2, 3 and 4. കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് മൈക്ക് ഓൺ ചെയ്ത് തരാം. ഞാൻ ഓരോ സ്കൂളിന്റെ പേര് വിളിക്കും. ആ പേര് വിളിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം അറിയാമെങ്കിൽ സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി. ആ സ്കൂളിലെ BM കോഴിക്കോട്. ആൻസർ അറിയാം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പോയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എന്നെ ബഹളം വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ മൈക്ക് ഓഫ് ചെയ്തു. ഇനി കോഹോസ്റ്റിനെ പറയാം. കോഹോസ്റ്റ്, എത്രയാണ് ഇതിന്റെ മറുപടി? സാർ കിട്ടിയിട്ടില്ല. 4 ആണ്. 4 ആണ്. 4 അതിനെ കുട്ടിയുടെ പേരെന്താ? ഗായത്രി. ഗായത്രി അങ്ങനെ കോഹോസ്റ്റ് ആയല്ലോ അല്ലേ? അതങ്ങനെ വന്നു? അറിയില്ല സർ. അതെങ്ങനെയാണ് വന്നു? അതെ, ശരി. എന്നാ ശരി, ഗായത്രി ഒന്ന് പറഞ്ഞെടുക്കും എങ്ങനെയാ 4 കിട്ടിയെന്ന് മോളെ. സർ ഞാൻ 2m 16 ആയതുകൊണ്ട് 16 മറ്റൊന്ന് ഞാൻ ഇടപെട്ടോട്ടെ. സർ. ഇടപെട്ടോട്ടെ. യെസ്, ഈ 2m മോൾ 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് 2ന്റെ പവറായിട്ട് 2⁴ എന്ന് എഴുതാം. അത് ശരിയല്ലേ? യെസ് ഓർ നോ? യെസ് സർ. യെസ്, അതല്ലേ പറയാൻ നോക്കിയത്? സർ. അപ്പൊ m എന്നതിന്റെ വില 4 എന്ന് കിട്ടി. പക്ഷെ ചോദിച്ച n അല്ലേ? സർ. അപ്പോ 256 എന്ന് പറയുന്നത് 2⁸ ആണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ
4 plus 4. 2 8 പ്രാവശ്യം എഴുതി മൾട്ടിപ്പിൾ ചെയ്താലാണ് 256 കിട്ടുക എന്നർത്ഥം. അതെ സർ. അപ്പൊ 2m പ്ലസ് n ഈസ് ഈക്വൽ ടു 2/8 കിട്ടി. പിന്നെയോ എന്താണ് ആരോ പറയുന്നത്? ശരി പറയൂ സർ. അപ്പൊ 2m 4 ആയതുകൊണ്ട് തന്നെ 4ന്റെ കൂടെ 4 കൂട്ടിയാലാണ് 8 കിട്ടുക. അപ്പൊ ഈ 2 നമുക്ക് എടുത്തു കളിയാം. അങ്ങനെയാകുമ്പോൾ m പ്ലസ് n ഈസ് ഈക്വൽ ടു 8 വന്നു കഴിഞ്ഞാൽ ഒരാളുടെ വില നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ടോ? എമ്മിന്റെ വില കിട്ടിയിട്ടുണ്ട്. 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ 4 കൂടി കുട്ടികൾ 8 കിട്ടായില്ല. എന്താ സംശയം? മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. മക്കളെ മൈക്ക് ഓൺ ആയിട്ട്. അപ്പൊ നോ എന്ന് ടൈപ്പ് ചെയ്താൽ നോ എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികള് അതായത് മൈക്ക് മ്യൂട്ട് അതായത് വേണ്ടാണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന. അപ്പോ നിങ്ങൾക്ക് വീണ്ടും ഈ വീഡിയോ കണ്ടാൽ മതി. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. എന്നിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിൽ നേരിട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട എല്ലാം ഇങ്ങനെ ഈസിയുള്ള ചോദ്യം വരും എന്നുള്ളത്. ഇടയ്ക്ക് ഈസിയുള്ള ഇങ്ങനെ തന്നിട്ടിരിക്കും ഞാൻ. ഇടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വായി പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു ചോദ്യം ഞാൻ പരിചയപ്പെടുത്തി തരും എന്റെ ഇടയിൽ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാറ്റേണിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു നമ്പർ സീരീസിലേക്ക് പോകാം. 4 9 20 43 90 ഡാഷ്. ഈ ചോദ്യം ഒന്ന് വായിച്ചേ ഗായത്രി. ഹോസ്റ്റായ കുട്ടികൾ ആരെങ്കിലും ചോദ്യം ഒന്ന് വായിച്ചു. 4 9 20 43 90 dash. അപ്പോൾ നമുക്ക് ചോദ്യം കിട്ടി. ഇതില് എത്രയാണ് ഇതിന്റെ ആൻസർ എന്നാണ് ചോദ്യം. പറയാം. ഇവിടെ ചേർക്കേണ്ട സംഖ്യ എത്രയാണ്? ഓപ്ഷൻസ് ഞാൻ തരാം. 185 ഉണ്ട്, 172 ഉണ്ട്, 179 ഉണ്ട്, 165 ഉണ്ട്. ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക്? സാർ 185 കുട്ടികളുടെ ടൈപ്പ് ചെയ്യുന്നു. 185 കറക്റ്റ് ആൻസർ ആണ് ഫെർവിൻ ജോസ്. 185 കിട്ടിയത് എങ്ങനെയാന്ന് മോൻ അറിയാമോ? ഇല്ല. ഇല്ല സർ. അറിയില്ല. അറിയുന്ന ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വരാമോ? അറിയുന്ന ഏതെങ്കിലും കുട്ടി മൈക്ക് ഓൺ ആണ്. അറിയുന്ന ഏതെങ്കിലും കുട്ടി മുന്നോട്ട്. 185 എല്ലാവർക്കും പറയാം. ഇങ്ങനെ പറയാൻ താല്പര്യമുള്ള കുട്ടികളാണ് മക്കളെ. ഞാൻ പറഞ്ഞത് ഒരു 7:10 7:15 അല്ലെങ്കിൽ രാവിലെ 5:30 5:15 എന്നെ ഒന്ന് വിളിച്ചിട്ട് സാർ ഞാൻ കോഹോസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരപ്പാടൊന്നും ഇല്ലല്ലോ. നിങ്ങളെ ഞാൻ അന്നെ തന്നെ ആ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ആ സമയത്ത് വരുന്ന മുസമിലൊക്കെ നേരത്തെ വിളിച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും മുസമില് കയറിയിട്ടില്ല. സാറില്ല പോട്ട്. ഈ കോഹോസ്റ്റായ കുട്ടികൾക്ക് ഇത് എങ്ങനെ കിട്ടി എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഞാൻ പറയും. സാർ അതിന്റെ ഇരട്ടിയുടെ കൂടെ ആദ്യത്തെ സംഖ്യ 4 ആണ്. 4ന്റെ ഡബിൾ 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടുന്നു. 4ന്റെ ഡബിൾ 8 ആണ്. 8ന്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് 9 കിട്ടുന്നത്. അതിന്റെ 4 സംസാരിക്കുന്ന വേറെ ഏതെങ്കിലും കുട്ടി പറഞ്ഞു. ക്ലിയർ? ഗായത്രി ഒന്ന് പറയാം. 9ന്റെ ഇരട്ടി എത്തിയാണ് നമ്മളെ. ഗായത്രി പറയും. 9ന്റെ ഇരട്ടി എത്തിയാണ് 18. അപ്പൊ 1 നേരത്തെ കൂട്ടി. അപ്പൊ ഇപ്പൊ 18ന്റെ കൂടി 2 കൂട്ടിയാൽ 20 കിട്ടും. അത് ശരിയല്ലേ?
ശരി. ഇനി 20ന്റെ ഡബിൾ എത്രയാണ്? 40. 40ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയാണ്? 43. അപ്പൊ അതും റെഡിയായി. 43ന്റെ ഇരട്ടി എത്രയാണ്? 86. 86. അതിന്റെ കൂടെ 4 കൂട്ടിയാൽ എത്രയാണ്? 90. അതും റെഡിയായി. 90ന്റെ ഡബിൾ എത്രയാണ്? 150. 180ന്റെ കൂടെ 180ന്റെ കൂടെ 5 കൂട്ടിയാൽ എത്രയാണ്? 185. 185. അപ്പൊ അത് റെഡിയാണ്. അപ്പൊ ഇടയ്ക്ക് അങ്ങനത്തെ ചില ചോദ്യങ്ങളും വരും. അന്ന് നിങ്ങളൊന്ന് ശ്രദ്ധ ഒന്ന് ധരിക്കാൻ വേണ്ടി ചെയ്തത് മാത്രമേ ഉള്ളൂ. ശരി. ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം പ്രത്യക്ഷപ്പെട്ടാലോ? ഇങ്ങനെ ഒരു ചോദ്യം ശ്രദ്ധിച്ചോളെ. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എക്സ് പ്ലസ് 1/x is equal to 2. എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര എന്നൊരു ചോദ്യം അബദ്ധത്തിൽ നമുക്ക് കിട്ടിയാൽ പേടിക്കൊന്നും വേണ്ട. ഓപ്ഷൻസ് കൂടെ ഉണ്ട്. 4, -2, 2, 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇതിനൊരു പണിയില്ല. ഇവിടെ കാണുന്ന ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറമുള്ള ആളെ അങ്ങ് സ്ക്വയർ ചെയ്യുക. എന്നാണ് 2നെ 2 കൊണ്ട് ഗുണിക്കുക. ഒരാള് മൈക്കോണാണ്, ശ്രദ്ധിക്കണേ. ഉണ്ടോ? ആരാ നോക്കണേ? പറമ്പിൽ ജോസ്. ഏത് ഫോണെന്നാണ് ആ ശബ്ദം വരുന്നത് നോക്കണം. ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി തരാൻ. ഒഴിവ് വരുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകില്ല. എന്റെ അടുത്തുനിന്നാണോ അല്ല അവിടെ നിന്നാണോ അറിയില്ല. പറമ്പിൽ ജോസ് എവിടെ ഏത് ഫോണെന്നാണ് ആ ശബ്ദം വരുന്നത് നോക്കണേ. നമുക്ക് ഫോണ് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രയാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ശരി, എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഇവിടെ x plus 1/x is equal to 2, x² plus 1/x² എത്ര എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഈ 2നെ സ്ക്വയർ ചെയ്യുക, 2 കുറച്ച് 2നെ സ്ക്വയർ ചെയ്താൽ 4 ആണ്. 4 2 കുറച്ചാൽ 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 2 ആണ്. വേറൊരു ചോദ്യം കാണിച്ചത് ഇങ്ങനെ ചോദ്യമാണ്. x plus 1/x is equal to 3. കോഹോസായ കുട്ടികൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. താല്പര്യം ഉണ്ടാവും. ആരും മൈക്കോൺ ചെയ്യില്ലേ? x² plus 1/x² എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഈ 3നെ അങ്ങ് സ്ക്വയർ ചെയ്യുക. 3നെ സ്ക്വയർ ചെയ്താൽ 9 ആണ്. 9ന് 2 അങ്ങ് മൈനസ് ചെയ്ത് കളയുക. അപ്പൊ ഇതിന് ഉത്തരം 7 ആണ്. ഇത് നേരെ തിരിച്ച് ചോദിക്കാം. x² plus 1/x² is equal to 23 എന്ന് കൊടുത്തു എങ്കിൽ x plus 1/x എത്രയായിരിക്കും? അങ്ങനെയും ചോദിച്ചാലോ? മൈക്കൊന്ന് ഓൺ ചെയ്യട്ടെ. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുമെന്ന് അറിയണം. എത്രയായിരിക്കും? പറയൂ മക്കളെ. 5. എല്ലാ മക്കളും ശരിക്ക് NMMSയുടെ കുട്ടികളെക്കാണ് ഉഷാറാണ്. 5 ആണ്. ഇനി x plus 1/x 5 എന്ന് ചോദിച്ചാൽ x² plus 1/x² എത്ര വെച്ചാൽ 5നെ സ്ക്വയർ ചെയ്ത് 2 കുറച്ചു. ഇത് നേരെ തിരിച്ചാണ്. അപ്പം 23യുടെ 2 കൂട്ടുന്നു, അതിന്റെ റൂട്ട് കാണും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചില സമയത്ത് വരാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത്തരം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമാകും. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. LCM ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. പക്ഷെ LCM കാണുക എന്നൊന്നും ഇതിലുണ്ടാവില്ല. LCM പഠിക്കുന്നത് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലെ USS പരീക്ഷയ്ക്ക് LCM ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഗായത്രി, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ. ഏതെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് പറയണേ കുട്ടികളുടെ. കാരണം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത്. ഓക്കെ, നോക്കാം. What is the least number which when divided by 9, 1, 1 and 1, 3?
leaves 1, 3, and 5 as the respective remainder. വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ശരിക്കും നോക്കിക്കോളൂ, എന്നിട്ട് പറയാം. ചോദ്യം ഇങ്ങനെ വായിക്കണം. ഗായത്രി ഒന്ന് വായിച്ചു കൊടുക്കണേ മക്കൾക്ക് തെളിയേണ്ട രീതിയിൽ. What is the least number which when divided by 9? ആ 9 എന്നുള്ള കിട്ടുന്നതാണ് ഞാനത് അങ്ങനെ തന്നെ വായിക്കേണ്ടി വന്നു. 1 എന്ന് വെച്ചാൽ 11 നമ്മൾ ഉദ്ദേശിച്ചത്. 9, 11 and 13. What is the least number which when divided by 9, 11 and 13 leaves 1, 3 and 5? ഇങ്ങനെ വരും അത്. 1, 3 and 5 as the respective remainders. ചോദ്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാൻ പേടിക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓപ്ഷൻ എഴുതിക്കോട്ടെ. 1287, 1279, 1280, 1290. ഗായത്രി ആ ചോദ്യം ഇംഗ്ലീഷിൽ വായിച്ചെടുക്കും, ഞാൻ മലയാളം ഞാൻ പറഞ്ഞോളാം. Sir. What is the least number which when divided by 9, 11 and 13 leaves 13 as and 5 as the respective reminders? അല്ലല്ല, 13 അല്ല ഉള്ളത് ഉദ്ദേശിച്ചത്. അത് 1, 3 and 5 എന്നാക്കണം. 1, 3 ഒന്നുകൂടി വായിച്ചേ. What is the least number which when divided by 9, 11 and 13 leaves 1, 3 and 5 as the respective reminders? ഇനി അതിന്റെ മലയാളം കേട്ടാൽ വേഗം മനസ്സിലാവും. ശ്രദ്ധിച്ചോളെ. മലയാളം ഞാൻ വേണമെങ്കിൽ ഇത് എഴുതി കാണിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു കാണിക്കാം. 9, 11, 13 ഇത് നിങ്ങൾ പഠിക്കേണ്ട സംഗതിയാണ്. എന്നീ സംഖ്യകൾ കൊണ്ട് ഇത് മലയാള ടൈപ്പിംഗ് നടക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കുന്ന, റിമൈൻഡേഴ്സ് ലഭിക്കുന്ന സംഖ്യ ഏതാണ്? മോള് പറ്റെങ്കിൽ ഇത് തിരിയെങ്കിൽ അതിന്റെ മലയാളം കൂടി ഒന്ന് വായിച്ചെടുക്കോളെ. 9, 11, 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 2, 1, 5 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കുന്ന സംഖ്യകൾ. ഒറ്റ മിനിറ്റ്. ഹരിക്കുമ്പോൾ യഥാക്രമം എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചത്. യഥാക്രമം ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5. 9, 11, 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കുന്ന സംഖ്യ ഏതാണ്? എന്ത് രസമുള്ള വായനയാണ്. 9, 11, 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നീ ശിഷ്ടങ്ങൾ ലഭിക്കുന്ന സംഖ്യ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. എത്രയാണ്? 6ാം ക്ലാസ് പഠിക്കുന്ന LCM. മൈക്കൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഏതെങ്കിലും കുട്ടീനെ കിട്ടുമെന്ന് നോക്കട്ടെ, വർത്താനം പറയാൻ. ഉത്തരം കിട്ടിയ കുട്ടികളൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞോളി. Option B. 1279. ഞാൻ ഒരു സ്കൂളെ പേര് വിളിക്കുന്നു. ഇവിടെ കണ്ട സ്ക്രീനിൽ കണ്ട ഒരു പേര് ഞാൻ വിളിക്കുന്നത്. ആ സ്കൂളെ കുട്ടി മാത്രം പറയുക. മാക്കൂട്ടം.
മാക്കൂട്ടം. അതൊരു കുട്ടി പറയാം. മാക്കൂട്ടം. കേൾക്കാം? മാക്കൂട്ടം പേര് പറയും. എന്താ കുട്ടിയുടെ പേര്? മാക്കൂട്ടം. Sir, 1,000. മുസമ്മിൽ. മുസമ്മിൽ 279 ആണ്. മാക്കൂട്ടം മുസമ്മിൽ. പറയൂ എത്രയാണ്? എനിക്ക് കിട്ടിയത് 1287. 1287 അല്ല. വേറെ ഒരു കുട്ടി ഇപ്പൊ പറഞ്ഞല്ലോ 1279 ആണോ എന്ന് ചോദിച്ച കുട്ടി. അതാരാ? അതാരാ? 1279 ശരിയാണ്. 1279 ആണോ സർ? 1279. ഗായത്രി കണ്ടില്ലേ ഈ ബഹളം? ഗായത്രി എത്രയാണ് മോളെ ഇതിന്റെ ആൻസർ? സർ 1279. കറക്റ്റ് ആണ്. കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക്? ഇല്ല സർ. അപ്പൊ കുട്ടികൾ പറയുന്നത് ശരി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? സാർ എനിക്കറിയാം. ചോദ്യങ്ങൾ എന്തായാലും വരും. കോഹോസ്റ്റായ കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്? യെസ്. പേര് പറ. ഫെർമിൻ. ഫെർമിൻ ജോസ്. ഈ 1279 കിട്ടിയത് എങ്ങനെയാണ് പറയാ? പറ. സാർ ഇത് 9ന്റെ മൾട്ടിപ്പിളിനോട് 9ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ സമ്മ എപ്പോഴും ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിജിറ്റൽ സമ്മ. ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. 9, 7, 14 പാട്ടും 19 കിട്ടുന്നത്? അതെ സാർ. 9 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1 കിട്ടുക എന്ന് പറയുമ്പോ 9ന്റെ മൾട്ടിപ്പിളിന്റെ അതായത് ഡിജിറ്റൽ സമ്മ 19 ആയതുകൊണ്ട് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നുണ്ട്. ഉണ്ട്, ശരിയാണ്. എന്നിട്ട് ബാക്കി ഓപ്ഷനുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശിഷ്ടം 1 കിട്ടണം, പിന്നെ 3 കിട്ടണം എന്ന് പറഞ്ഞല്ലോ 11 ധരിക്കുമ്പോൾ. അപ്പൊ 11ന്റെ മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഡിജിറ്റൽ സമ്മ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു സംഖ്യ 11 ധരിക്കുന്നില്ല, എങ്ങനെ ചെക്ക് ചെയ്യാം? അറിയില്ല സാർ. ഓക്കെ, ശരി. ഞാനൊരു കാര്യം ചെയ്യാം. പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കാം. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ മോനെ കേട്ടോ. യെസ്, ഇതാ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ ഒരു റെസ്പെക്റ്റീവ് റിമൈൻഡേഴ്സ് എന്നൊക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് LCM ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. LCMന്റെ കാര്യം എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ 8ന്റെയും 6ന്റെയും LCM എത്രയാണ്, HCF എത്രയാണ്? രണ്ടും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ്. ഈ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏറ്റവും ചെറുതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 1 8 8, 2 8 16, 3 8 24, 1 6 6, 2 6 12, 3 6 18, 4 6 24. ഈ 24 ഒരു പ്രത്യേകതയുണ്ട്. ഈ 8ന്റെയും 6ന്റെയും LCM ആണ്. ഇനി അങ്ങോട്ട് 48 വരാം. പക്ഷെ നമുക്ക് വേണ്ടി LCM ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇത് വലിയ സംഖ്യകളൊക്കെ കണ്ടുപിടിക്കാനുള്ള വിദ്യ 8നെയും 6നെയും ഫാക്ടറൈസ് ചെയ്താണ്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കിട്ടും, ആ 3 അങ്ങനെ തന്നെ കിടക്കും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 ആക്കി മാറ്റാം. അതുപോലെ ഇവിടെ 3 വന്നാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 × 2 × 2 8, 8 3 24 കിട്ടും. അത് ശരി. അങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പഠിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ ജോലി ഈ റെസ്പെക്റ്റീവ് റിമൈൻഡേഴ്സ് കണക്കെടുക്കണം. നിങ്ങൾ ആദ്യം LCM ഒന്ന് കാണും. ഈ LCM കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന 9നെയും 11നെയും
13നെയും ഈ കൂട്ടിനകത്ത് കയറ്റിയിട്ട് അതിനെ ഫാക്ടർ ചെയ്യാം. പറയൂ ഗായത്രി, നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്? സർ പക്ഷെ 11ഉം 13ഉം പ്രൈം നമ്പേഴ്സ് അല്ലേ? എന്താ അതവിടെ കിടന്നോട്ടെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ. അപ്പൊ 3നെ കൊണ്ട് സ്ത്രീല ചെയ്യാതിടത്തിലുള്ള പോട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും. 11 ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇറക്കിയിട്ടു. 13 മോള് പറഞ്ഞ പ്രൈം നമ്പർ ആയതുകൊണ്ട് അവിടെ ഇറക്കിയിട്ടു. വീണ്ടും നമ്മൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. പ്രശ്നമൊന്നുമില്ല. 1, 11, 13 ഇതിന്റെ ആവശ്യമില്ല കേട്ടോ ശരിക്ക്. കാരണം ഞാൻ നിങ്ങൾക്ക് LCM കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ. വീണ്ടും മോളെ നമുക്ക് ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും അതിന്റെ ഉള്ളിൽ തന്നെയല്ലേ കിട്ടിയേക്കുള്ളൂ. ആയിക്കോട്ടെ, 1, 1, 13. പിന്നെ നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് LCM കാണുമ്പോൾ ഇതെല്ലാം ആദ്യ ഘട്ടത്തിൽ 1 ആക്കി മാറ്റുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മോളെ നമുക്ക് LCM കാണാം. 3 × 11 × 13 ആണ്. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു, അത് തന്നെയാണ് ഇവിടെ കിട്ടിയതും. ഇത് തമ്മിൽ ഗുണിച്ചാലും മതി എന്നുള്ള കാര്യം ശരിയാണ്. ആട്ടെ, ഇത് ഗുണിച്ചാൽ എത്ര കിട്ടും? ഗുണിച്ചൂടെ? ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും? പോയോ? ഹലോ കുട്ടികള്, മറ്റുള്ള കുട്ടികളൊന്നും മ്യൂട്ട് ചെയ്ത് എടുത്തു നോക്കട്ടെ. മക്കളെ, ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും? 1287. പോയി തോന്നുന്നു, അവിടെ പോകണമെന്ന അവസ്ഥ ഉണ്ട്. ശരി, പർമിൻ ജോസ്, ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും? കോഹോസ്റ്റിന് മിണ്ടാൻ കഴിയുന്നില്ലേ? ഒരൊറ്റ കോഹോസ്റ്റ് ഇല്ലേ മിണ്ടാൻ പറ്റില്ല? ആ, 1281. ഇത് മൾട്ടിപ്പിൾ ചെയ്താലോ? ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? ഇത് പ്രൊഡക്റ്റ് എത്രയാണ്? 1387. 1300 ആണോ 200 ആണോ? 1287. വെരി ഗുഡ്. 1287. കോഹോസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് പറയുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്, ശ്രദ്ധിക്കുക. എല്ലാരെയും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബഹളവും വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ശരി, ആട്ടെ, ഇത് 1287 ആണ്. പക്ഷെ നിങ്ങൾ ഓപ്ഷനിൽ 1287 കാണും. പക്ഷെ ഇവിടെ വേറെ പ്രശ്നം പറയുന്നത് LCM അല്ലല്ലോ ചോദിച്ചത്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 റിമൈൻഡർ വരണം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം. അങ്ങനെ വരുന്ന സമയത്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുമ്പോൾ 9 1 കുറച്ചാൽ 8 ആണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ 11ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 1 റിമൈൻഡർ 3 റിമൈൻഡർ തന്നല്ല പറഞ്ഞത്, അപ്പൊ 8 ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ 13 5 കുറച്ചാലും 8 ആണ്. അതിന്റെ അർത്ഥം ഇതിൽ നിന്ന് 8 അങ്ങ് മൈനസ് ചെയ്താൽ മതി എന്നല്ലേ? 1287 നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ്? എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ച് പറയണം. 1287 നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ്? 1279 ആണ് മക്കളെ. ഗായത്രി, ഇത് മനസ്സിലായി? ഗായത്രി പോയി, ഉണ്ട് കഴിയുന്നില്ല തോന്നുന്നു. പർമിൻ ജോസ്, ഇതൊന്ന് പറയാമോ? യെസ് സാർ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 9, 11, 13 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ 1, 3, 5 എന്നിങ്ങനെ യഥാക്രമത്തിൽ റിമൈൻഡേഴ്സ് വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ LCM കാണുക. അതിനായി നമ്മൾ ആദ്യം ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 9, 11, 13
ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 11 ഇൻറ്റു 13 12,287 ഉത്തരം ലഭിക്കുന്നു. അതിൽ നിന്നും 9ന്റെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 കുറയ്ക്കുമ്പോഴും 8ആണ്. 11ൽ നിന്നും റിമൈൻഡറായി കിട്ടുന്ന 11 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡറായി കിട്ടുന്ന 3 11ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴും കിട്ടുന്നത് 8ആണ്. അപ്പോൾ നമ്മൾ കിട്ടിയ 1287 നിന്നും 8 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 1279 എന്ന് നമ്മുടെ ഉത്തരം ലഭിക്കുന്നു. ശരി, അപ്പം ഇതാണ്. ഇത് ക്ലിയർ ആവാത്ത കുട്ടികൾക്ക് വീണ്ടും വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാൽ മതി. ചില കുട്ടികൾക്കൊക്കെ പറയാൻ പ്രയാസം ഉണ്ടാവാം. എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രദ്ധിക്കുക. ഇത്തരം ചോദ്യങ്ങൾ LCM കാണുന്ന ചോദ്യങ്ങൾ വരാം. ഇനി LCM കാണുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് LCM ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോകാം. അപ്പം അതില് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതാ വരുന്നു അടുത്ത ചോദ്യം, പിടിച്ചോളൂ. 7 raised to 100 plus 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 7 raised to 100 ന്റെ ഘോഷയാത്ര തന്നെയാണ്. 7 raised to 100 ഇത് എത്ര ഉണ്ടായി മോനെ? 7 raised to 100 എത്രയായിക്കട്ടോ ഇത്? 7. 1 2 3 4 5 6 7 എണ്ണായി. ഓ ആയിക്കോട്ടെ. ഈസ് ഈക്വൽ ടു 7 raised to x ആണ് കൂടുതൽ. ചോദ്യം ഇതാണ്, എക്സിന്റെ വില എത്രയാണ്? ഓപ്ഷൻസ് ആർ 700, 100, 101 and 501. സർ 101 ആണോ? അതാരാ പറഞ്ഞത്? ഗായത്രി. അല്ല മോളെ, ഇനി അടുക്കടുക്ക് അങ്ങ് തെറ്റിക്കളയുന്നത് എന്താ? ചായ പിടിക്കാൻ പോയതാ? Sir, 700 ആണോ? അല്ല, ഗായത്രിയോടാണ് എന്റെ ചോദ്യം. എന്തായിരുന്നു ഗായത്രി ഈ അടുത്ത് തെറ്റിക്കളഞ്ഞ്? സർ ഇതിങ്ങനെ ലെഫ്റ്റ് ആയിട്ട് പോകുന്നു. അതെങ്ങനെ അങ്ങനെ പോവുക? അതങ്ങനെ ലെഫ്റ്റ് ആവൂല. വേറെ ID കയറിയാ മതി. അങ്ങനെ ലെഫ്റ്റ് ആയിട്ട് പോവുക നെറ്റിന്റെ അവസ്ഥ. ശരി, ഏതൊരു കുട്ടി വേറെ ഒരു ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ Yes, sir, 700. 700 അല്ല മോളെ, 101. ഞാൻ കാണിച്ചില്ല എങ്ങനെയാ കിട്ടുന്നത്. ഇവിടെ ഇത്ര ചോദ്യം വന്നു കഴിഞ്ഞാൽ എത്ര 7 raised to 100 ആണ് ഉപയോഗിച്ചത്? അത് 7 ആണ്. 7 തവണ 7 raised to 100 കൂട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 7 into 7 raised to 100 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 7 into 7 raised to 100 എന്ന് പറഞ്ഞാലേ 7 raised to 1 into 7 raised to 100 ആണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾ പഠിച്ചിരിക്കുന്ന x raised to m into x raised to n ആണ് ആ സാധനം. ഈ ഈക്വൽ ടു m plus n പഠിച്ച നിങ്ങളോട് ഞാൻ എന്തിനാ അധികം പറയുന്നത്? 7 raised to 100 plus 1. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. 100ന്റെ കൂടെ 1 കൂട്ടിയാൽ 101 സത്യം മനസ്സിലാക്കുക. അപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ ഇവിടെ 101 കിട്ടിയിട്ടുണ്ട്. ശരിയാണോ? Yes. Yes, sir. അപ്പോ നമുക്ക് അവിടെ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. ആ ചോദ്യം ഞാൻ ടൈപ്പ് ചെയ്യാതാണല്ലോ. The sum of two numbers is 2, 4 and their product is 1, 2, 0. What is the sum of the reciprocals? അത് റെഡി. അത് വേറെ എന്തെല്ലോ വന്നേക്കണ്ട, ആവശ്യമില്ലാത്തില്ല കയറി വരുന്നത്. Sum of two numbers is 24 and their product is 1. What is the sum of the receipt?
ആദ്യം വന്നിരുന്നു. വാട്ട് ഈസ് ദ സം ഓഫ് ദർ റെസിപ്രോക്കൽസ്? ഗായത്രി ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമ്പോഴേ. The sum of two numbers is 24 and their product is 120. What is the sum of their reciprocals? അപ്പോ ഇതിന്റെ മലയാളം ഇതാണ്. രണ്ട് സംഖ്യകളുടെ തുക 24, അവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് 120. ഈ പരീക്ഷ എന്ന കുട്ടികളുടെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഒന്നിച്ചിരിക്കുന്ന കുട്ടികളാണല്ലോ USSന്റെ ക്ലാസ് ഇരിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മലയാളം മീഡിയം കുട്ടികൾ മനസ്സിലാക്കണം, സം എന്താണെന്നും അവർ മനസ്സിലാക്കണം. നേരെ തിരിച്ച് ഗുണനഫലത്തിന്റെ ഇംഗ്ലീഷാണ് പ്രൊഡക്റ്റ് എന്നും തുകയുടെ ഇംഗ്ലീഷാണ് സം എന്നൊക്കെ മനസ്സിലാക്കി ചെറിയ ചെറിയ പദങ്ങൾ നിങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ചില ക്ലാസ്സുകൾ ലഭിക്കുന്ന സമയത്ത് ഒരേ ഭാഷയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം എന്ന് പറയാൻ കാരണം. അടുത്ത വർഷം NMMS ചെയ്യുന്ന കുട്ടികൾക്ക് ആ പ്രയാസം വരില്ല. കാരണം ഇടത് സൈഡിലും വലത് സൈഡിലും ഒരേ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വരാം. അതുകൊണ്ട് തന്നെ പ്രയാസം വരില്ല. പക്ഷെ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് കേട്ടോളൂ. ചോദ്യം ഇതാണ്: രണ്ട് സംഖ്യകളുടെ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24. രണ്ട് സംഖ്യകളുടെ തുക 24, അവയുടെ ഗുണനഫലം 120 എങ്കിൽ അവയുടെ ഉൽക്രമങ്ങളുടെ തുക എന്താണ്? ഈ ഉൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് ഗായത്രി? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ല 3/4 എന്ന ഫ്രാക്ഷന്റെ ഉൽക്രമം എത്രയാണ്? 4/3. ആ തല തിരിച്ചെടുത്ത് വെച്ചാൽ ഈ ഉൽക്രമങ്ങളുടെ ഗുണനഫലം എന്തായിരിക്കും? പ്രൊഡക്റ്റ് 1. അത് പറഞ്ഞേ ശരിയാണ്. മോളെ 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൽക്രമം എത്രയാണ്? 1/5. കാരണം 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. അത് എഴുതാറില്ല, എഴുതണ്ട. എന്നാലും 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൽക്രമം 1/5 ആണ്. എന്നാലേ ഒരു വിവരം അറിയുങ്ങള്, ഉൽക്രമങ്ങളുടെ തുക കാണാൻ, വാട്ട് ഇസ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽ, ഉൽക്രമങ്ങളുടെ തുക കാണാൻ ഏറ്റവും നല്ല മാർഗം ഈ 24 എന്ന് പറഞ്ഞ സമ്മിനെ ഈ പ്രൊഡക്റ്റ് കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, നിങ്ങൾക്ക് ഓപ്ഷൻ തരാൻ വൈകിപ്പോയി. ഇതാ പിടിച്ചോളൂ ഓപ്ഷൻസ് എന്തൊക്കെയാണ്. ഓപ്ഷൻസ് എഴുതിക്കൊണ്ടാ വേഗം കഴിയും. അതിന്റെ ഇടയ്ക്ക് ഉത്തരം പറയാൻ നോക്കി. 2/5 ആണോ 4/5 ആണോ 5 ആണോ 1/5 ആണോ? നിങ്ങൾ തീരുമാനിക്കുക. മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഉറക്കം വിളിച്ച് പറയാം. ഏറ്റവും കൂടുതൽ ഉത്തരം എത്രയാണ് മോളെ? ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞ 1/5 ആണ് കേട്ടോ. അപ്പം റെസിപ്രോക്കലിന്റെ ഉൽക്രമങ്ങളുടെ തുക കാണാനുള്ള ഈ സമ്മിനെ പ്രൊഡക്റ്റ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 24/120 എന്ന് പറഞ്ഞാൽ അത് എത്രയെന്നറിയാം മോള്? 24 കൊണ്ട് അങ്ങ് ചുരുക്കിയല്ലാതെ 24 ഒരു പ്രാവശ്യം 120 74. അപ്പോ 1/5. 1/5 is the right answer. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് രണ്ടാമത്തെ വോള്യത്തില് ടെക്സ്റ്റ് ബുക്കില് ഈ പെർഫെക്റ്റ് സ്ക്വയറിനെ പറ്റി ചെറിയൊരു കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും പെർഫെക്റ്റ് സ്ക്വയറിന്റെ ചോദ്യം ഉണ്ടാവും. എങ്ങനെ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാല് പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1ന്റെ സ്ക്വയർ ആണ്, അത് 1 ആണ്. 2 എന്ന് പറഞ്ഞാൽ അത് 2ന്റെ സ്ക്വയർ ആണ്, അത് 4 ആണ്. അപ്പൊ 1, 4, 9, 16, 25, 36 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണല്ലോ ഈ പെർഫെക്റ്റ് സ്ക്വയർസ്. അത് വേറെ രീതിയിൽ കണ്ടുപിടിക്കാറുണ്ട്. 1ന്റെ കൂടെ 3 കൂട്ടുന്നു, പിന്നെ 5 കൂട്ടുന്നു, 1 ഉൾപ്പെടെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ തുകയും
നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അല്ലെങ്കിൽ ഒരു സംഖ്യയിൽ അതേ സംഖ്യയുടെ ഗുണിച്ചാൽ. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തുടക്കിട്ടത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിച്ചോളൂ. What is the smallest number by which 254,800 must be multiplied or divided to get the perfect square? എന്തൊക്കെയോ വന്നിട്ടുണ്ട്, എന്തെല്ലാം നോക്കട്ടെ. ചോദ്യം ഒന്ന് വായിച്ചിട്ട് നമ്മളെ. What is the smallest number by which 2,54,800 must be multiplied or divided to get the square? To get a perfect square കൂടി ആയ ഭംഗിയായിരുന്നു. ഞാൻ തൽക്കാലം അതാണ് എഴുതി ചേർക്കട്ടെ മോളെ. Sir. To get a perfect square. മലയാളം പറയാം. 2,24,64,800 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് അതിന് പൂർണ്ണവർഗ സംഖ്യ ആവുക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ 11, 12, 13 and 14. These are the options. 2,54,800 എന്ന സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ ഹരിച്ചാലാണോ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. കുട്ടികൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾക്കും സംസാരിക്കാം. മൈക്കോണാണ്. ആൻസർ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കുട്ടി ഇതിലുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി, ഞാൻ പിൻ ചെയ്ത് വെക്കാം. യെസ് സ്റ്റാർട്ട്. ഒരു രക്ഷയും കിട്ടുന്നില്ല, ഒരു രക്ഷയും കിട്ടുന്നില്ല. എല്ലാവരും വരുന്നത്. ഓക്കെ, ഒരു രക്ഷയും കിട്ടുന്നത്. ശരി. ഗായത്രി പറയാൻ പറ്റുമോ എന്താ മോളെ? Sir, answer കണ്ടുപിടിച്ചില്ല. കൺഫ്യൂഷൻ. കോഹോസ്റ്റനായ വേറെ ആർക്കെങ്കിലും കുട്ടികൾക്ക് സഹായിക്കാൻ പറ്റും? സാർ 13 ആണോ? 13 ആണ്, പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? സാർ അത് ഇങ്ങനെ ഏതാ മോളെ പേരെന്താ? ഫഹീം. ഏത് സ്കൂളാ മോള്? JDT ഇക്ര. JDT ഇക്രയിലെ കുട്ടിയാണ്. എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? സാർ ഇല്ല. സാറേ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. 2,54,800 2 സീറോ ആണ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് 2 സീറോ അങ്ങ് ഒഴിവാക്കാൻ തൽക്കാലം. ആ സീറോ കണ്ടിട്ട് ഒരു വിഷമം തൽക്കാലം അവിടെ പോട്ടെ, നോക്കി പിന്നെ നോക്കാം അതിനെപ്പറ്റി. നിങ്ങൾക്ക് തൽക്കാലം 2,548 എടുത്തിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മതി. 2,548 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ഗായത്രി 2,548 ഫാക്ടറൈസ് ചെയ്യാൻ ആദ്യത്തെ സംഖ്യ 2 കയറി വന്നു എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പകുതിയാണ്. 2,548 പകുതി എത്രയാണ്? ഇത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞാൽ മതി. 1274 ആണോ? 1274 ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ. മോളെ ഞാൻ വീണ്ടും അതിനെ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും അതൊന്ന് ചെറുതായി അല്ലേ? എത്രയായി? 637. കറക്റ്റ്. ഇനി അതിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏക ആള് 7 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 7 അവസാനിക്കുന്നു, 9 63 ഉണ്ട്. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ആള് നോക്കിയാൽ മനസ്സിലാവും. 637 91 ഇവിടെ ഉള്ളത്, അതും പോട്ടെ. 91 നമുക്ക് വീണ്ടും 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും മോളെ? 13.
ഇതാണ് ഇതിന്റെ ജോലി. ശ്രദ്ധിച്ചോളെ. 2 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 13. അയ്യോ, ഇവിടെ രണ്ടും ജോഡികളാണ്. അവര് പോട്ടെ. 7 ജോഡികളാണ്. അവരും പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ടവൻ ആരാണ് മോളെ? 13. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് 2548 എടുത്താൽ തീർക്കാലോ. അതിനെ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെറുതെ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ 13 കൊണ്ട് വെറുതെ ഒന്ന് ഹരിച്ചു നോക്കൂ കാൽക്കുലേറ്ററിൽ. എന്താ കിട്ടുന്നത്? വെറുതെ അവിടെ ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് കിട്ടുന്നത് പറയാം. എത്രയാ കിട്ടുന്നത്? കോഹോസ്റ്റായ കുട്ടികൾ എല്ലാവർക്കും പറയാം. എത്രയാ കിട്ടുന്നത്? 196 കിട്ടുന്നുണ്ട്. ശരിയാണ്, 196 കിട്ടുന്നുണ്ടെങ്കിൽ ആ 196 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ ഗായത്രി. ഏത് സംഖ്യയുടെ? 14 സ്ക്വയറാണ്. ഇതാണ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യേണ്ടത്. ലേശം ഉയർന്ന ചോദ്യമാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഒന്ന് വേഗം ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷയിലെ കണക്കിന്റെ പേപ്പറിലൊക്കെ എങ്ങനെയാ ചോദ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാനൊരു ചെറിയ ചോദ്യം ഏകദേശം അവസാനിപ്പിക്കേണ്ട സമയമായി. കുട്ടികൾക്ക് നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ വരാം. ഈ ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്, ശ്രദ്ധിച്ചോളൂ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10. അത് എത്രയാണ് ഞാൻ ചോദിക്കില്ല. ഇത്രയും വലിയ സംഖ്യ കിട്ടുന്നത് ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ തരാൻ പോവുകയാണ്. ഓപ്ഷൻസ് ആർ 2, 3, 5, 7. ഈ ഒരു സംഖ്യയുടെ പ്രൊഡക്റ്റിനെ ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ അല്ലെങ്കിൽ ഹരിച്ചാലോ ആണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക. ഒന്ന് ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഇത് അറിയാമായിരിക്കും. അവർക്ക് ഉറക്കെ വിളിച്ച് പറയാം. എത്രയാണ്? ഒരു മിനിറ്റ്. എങ്ങനെയാണ് ഈ 7 കിട്ടുന്നത് എന്ന് പറയാൻ പറ്റുന്ന കുട്ടികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി. ഞാനായിരിക്കും. യെസ്. ഈ സംഭവം ഗ്രൂപ്പ് ആക്കലാണ് ആദ്യത്തെ ചോദ്യം. ഞാനൊരു മെത്തേഡ് പറയാം. ഇതിന് ഗ്രൂപ്പായി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്തായാലും ഈ സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ ഗ്രൂപ്പാണ്. സ്ക്വയർ നമ്പേഴ്സ് ഗ്രൂപ്പായ സ്ഥിതിക്ക് 9 ഒരു സ്ക്വയർ നമ്പർ ആണ്. അത് 3 എഴുതിയിട്ട് നമുക്ക് ആ 9 മാറ്റിക്കളയും. 9 പോയി. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. 4 എന്ന സംഖ്യ അതും സ്ക്വയർ നമ്പർ ആണ്. നമുക്ക് അതിനെയും എടുത്ത് പുറത്തേക്ക് ഇടാം. 2 ഇൻറ്റു 2 എഴുതാൻ പറ്റില്ല. അതും പോട്ടെ. ഈ ബാക്കിയുള്ള സംഖ്യയെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം. ആ 1 നേരത്തെ പുറത്ത് കളയേണ്ടതാണ്. കാരണം അതും സ്ക്വയർ നമ്പർ ആണ്. 1 ഇൻറ്റു 1 എഴുതിയിട്ട് അതും പോട്ടെ. അതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആയതല്ല വിവരിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 2 പ്രൈം നമ്പർ ആണ്, അതവിടെ എഴുതി. 3 പ്രൈം നമ്പർ ആണ്, അതവിടെ എഴുതി. 5 പ്രൈം നമ്പർ ആണ്, അതവിടെ എഴുതി. 6 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. പ്രൈം നമ്പേഴ്സിന്റെ ഭാഗമായിട്ട് 2 ഇൻറ്റു 3 എന്ന് 6 എഴുതാം. 7 നമുക്ക് പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് കൊണ്ട് തന്നെ നമുക്ക് റെന്റിങ് കൊണ്ട് തന്നെ എഴുതാം. 7 ഇൻറ്റു 8 നമുക്ക് 4 ഇൻറ്റു 2 എഴുതാം. പക്ഷെ നല്ലത് എന്താന്ന് പറഞ്ഞാല് ഈ പ്രൈം നമ്പറിന്റെ ഭാഗം തന്നെ കുറിച്ചൊക്കെ 2 ഇൻറ്റു 2 ഇൻറ്റു 2. 10 നമുക്ക് എന്ത് ചെയ്യാന്നാൽ 2 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇപ്പൊ എല്ലാം പ്രൈം നമ്പർ ആക്കി ഞാൻ മാറ്റിക്കഴിഞ്ഞു. ശ്രദ്ധിച്ചോളൂ. ഇതിൽ ജോഡികളെ കണ്ടെത്തി തട്ടിക്കളയും. നമുക്ക് ഇതിലെ ജോഡികളെ കണ്ടെത്തി തട്ടാം. നോക്കിക്കോളൂ. 3 ഒരു ജോഡിയെ കിട്ടി. 3 ഇവിടെ എവിടെയെങ്കിലും കാണും. കണ്ടോ?
5നെ കിട്ടി, അതും പോയി. 2നെ കിട്ടി, അതും പോയി. 2നെ കിട്ടി, അതും പോയി. ഈ 2നെ കിട്ടി, അതും പോയി. എല്ലാവരും ഇനി ഏകദേശ സ്വരത്ത് പറയണം, ഇവിടെ ഒറ്റപ്പെട്ടവൻ ആരാണ്? 7. സാധ്യതയുണ്ട്. സ്ക്വയർ നമ്പേഴ്സ് നമ്മളെ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വരും. ഇനി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് 2 ഹോംവർക്ക് തരാം. നിങ്ങളെ പറ്റി എനിക്കൊരു പരാതി ഉള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഹോംവർക്ക് വരുന്ന സമയത്ത്, അത് യൂട്യൂബിലൂടെ വരുന്ന സമയത്ത് നിങ്ങൾ അത് കമന്റ് ചെയ്യുന്നില്ല എന്ന ഒരു പരാതി എനിക്കുണ്ട്. അതിപ്പോ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ശരി, ഞാൻ ഒരു ചോദ്യം ഇന്ന് തുടങ്ങുകയാണ്, ശ്രദ്ധിക്കുക. ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. How many squares are there in a chessboard? എന്താ വന്നത്? ഇവിടെ വന്നതും പോയതും പറഞ്ഞതൊക്കെ വേറെ പല സാധനങ്ങളാണ്. ശ്രദ്ധിച്ചോളെ. How many squares are there in a chessboard? മലയാളം ഇതാണ്. ഒരു ചെസ് ബോർഡിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അറിയാലേ, ചെസ് ബോർഡിൽ 8 ഉണ്ടാവും. ഇപ്പൊ ആരും മറുപടി പറയണ്ടേ, ഇപ്പൊ ആരും കമന്റ് ചെയ്യും വേണ്ട. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് ഞാൻ തരാം, എന്നാ പേടിക്കണ്ട. 64 ആണോ, അല്ലെങ്കിൽ 204 ആണോ, അല്ലെങ്കിൽ 120 ആണോ, അതുമല്ലെങ്കിൽ 1296 ആണ്? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. വളരെ പെട്ടെന്ന് കഴിയും. നിങ്ങൾ ഈ ക്ലാസ് ഇപ്പം തന്നെ ഞാൻ യൂട്യൂബിലേക്ക് ഇടാൻ പോവുകയാണ്. 13ഓ 14 നമ്പർ ആയിട്ടാണ് ഇത് വരിക. അപ്പം ഇവിടെ അടുത്ത ചോദ്യം നല്ല രസമുള്ള ചോദ്യം. ഇതിന്റെ ആൻസറുകൾ ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. Which of the following is a prime number? ഗായത്രി, ആ ചോദ്യം ഒന്ന് വായിച്ച മോളെ. Which of the following is a prime number? അപ്പൊ ഫോളോയിങ്ങിൽ നമ്പർ കൊടുക്കണ്ടേ? കൊടുത്താലല്ലേ കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റൂല്ലേ ഗായത്രി? നമ്പർ കൊടുക്കാം. 227 ആണോ, 221 ആണോ, അല്ലെങ്കിൽ 217 ആണോ, 237 ആണോ? ശ്രദ്ധിക്കുക, ഈ ചോദ്യം എന്തായാലും വരും. കാരണം 6ാം ക്ലാസ്സിൽ നിങ്ങളെ പിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങൾ റൈറ്റ് നമ്പേഴ്സ് 97 വരെ വൈകാത്താക്കിയിട്ടുണ്ടാവും. 2, 3, 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 63, 79, 83, 89, 97. ഇങ്ങനെ 25. പക്ഷേ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് വന്നാലോ, ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. ചിലപ്പോൾ 4 ഡിജിറ്റ് നമ്പർ, പ്രൈം നമ്പർ ഏതാന്ന് ചോദിക്കും. എന്താണ് അതിന്റെ വ്യത്യാസം? ഇതാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഏത് സമയത്താണോ നമ്മൾ ക്ലാസ് നടക്കുന്നത് ആ ക്ലാസ് ശ്രദ്ധിക്കുക. പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ചിലപ്പം പിക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മളെ ക്ലാസ് വളരെ മുമ്പേ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോലെ പുതിയ കുട്ടികൾക്ക് വരാം. എന്നാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. 8686171729.